വെക്കുന്ന വസ്തു നടുവിലെത്തണം. പിന്നെ താഴെ 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 ഇടതുഭാഗത്തെ വായുവിടെ താഴെ പറഞ്ഞു തുടങ്ങി നടുവിലെത്തണം വസ്തു. അങ്ങനെയാണ് പല്ല് തരുന്നത്. ഇനി എങ്ങനെയാണ് ബ്രഷ് പിടിക്കുന്നത്? ബ്രഷ് പിടിക്കുന്നത് സുന്നത്തായതുകൊണ്ട് ബ്രഷ് പിടിക്കുന്നതിനും സുന്നത്തായതുകൊണ്ട്. എങ്ങനെ സുന്നത്തായതുപോ? സുന്നത്തായതുപോ ഇസു അയ്യൂല ദാരിക്കുമെന്ന് അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ, അതായത് നമ്മുടെ ചെറുവിരല് ബ്രഷിന്റെ താഴ്ഭാഗത്തുണ്ട്. ബ്രഷിന്റെ താഴ്ഭാഗം ചെറുവിരല് ബ്രഷിന്റെ താഴ്ഭാഗം. അതുപോലെ തന്നെ നമ്മുടെ തള്ളവിരലും ചെറുവിരലും ബ്രഷിന്റെ താഴ്ഭാഗം. നമ്മുടെ മോതിരവിരല്, നടുവിരല്, ചൂണ്ടുവിരലൊക്കെ ബ്രഷിന്റെ മുകളിലാണ്. മനസ്സിലായി? കണ്ടില്ലേ? ചെറുവിരല് താഴെ വരണം. അതുപോലെ തന്നെ തള്ളവിരലും എന്ത് ചെയ്യണം? താഴെ വരണം. ബാക്കി ഈ 3 വിരലും എന്ത് ചെയ്യണം? ബ്രഷിന്റെ മുകളിൽ വരണം. ഇങ്ങനെയാണ് ബ്രഷ് പിടിക്കുന്നത്. ഇങ്ങനെ ബ്രഷ് പിടിച്ചിട്ട് അവസാനം തേച്ചിട്ട് എവിടെ വെക്കണം പറയാം? സുന്നത്തായി വരുമ്പോ എവിടെ വെക്കണം? ബ്രഷ് എവിടെ വെക്കണം? നമ്മുടെ ഇടത്തെ ചെവിയുടെ മുകളിൽ. സുന്നത്താണ് ഈ പറയുന്നത്. മനസ്സിലായില്ലേ? സുന്നത്ത് എവിധങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്ത സുന്നത്ത്. മനസ്സിലായി? അതൊക്കെ ചെയ്യാൻ ചില പ്രയാസമൊക്കെ ഉണ്ട്. ചെവിയുടെ വശം അന്ന് ആക്കാൻ. ഇനി ബ്രഷ് ഏത് രൂപത്തിലൊക്കെ ആയിരിക്കണം സുന്നത്ത്? ബ്രഷ് എങ്ങനത്തെ ബ്രഷായിരിക്കും? ബ്രഷ് പിടിക്കുന്ന രൂപം. ഇനി ബ്രഷ് എങ്ങനത്തെ രൂപമായിരിക്കണം? അത് ഒലമുള്ള വസ്തുവായിരിക്കും. ഷാഫി മതം അനുസരിച്ച് ഒലമുള്ള വസ്തു കൊണ്ട് ആ ബ്രഷ് അങ്ങനെ ഒലമുള്ള വസ്തു കൊണ്ട് തേച്ചാലാണ് സുന്നത്ത് കിട്ടുന്നത്. അപ്പോ നല്ല പൊള്ളിക്കഷ്ണം ഉണ്ടെങ്കിൽ തേക്കാം. അത് കൊള്ളിക്കഷ്ണം വേണ്ടി ഒലമുള്ള വസ്തു തേക്കാം. ഈ കൊള്ളിക്കഷ്ണത്തിൽ വെച്ച് അത് സുഗന്ധമുള്ള കൊള്ളിക്കഷ്ണമാണ് ഏറ്റവും വലിയ. സുഗന്ധമുള്ള കൊള്ളിക്കഷ്ണത്തിൽ വെച്ച് ഏറ്റവും അഫ്വലായത് അറാക്കാണ്. അപ്പൊ ഏറ്റവും മുന്തിയത് അറാക്കാം. പിന്നെ രണ്ടാമത്തെ സ്ഥാനം നമ്മുടെ വാസനയുള്ള സുഗന്ധമുള്ള നല്ല കൊള്ളിക്കഷ്ണം. പിന്നെ കൊള്ളിക്കഷ്ണമാണ് വേണ്ടത്. പിന്നെ ഒലമുള്ള വസ്തു. 4 സ്റ്റേജ്. ഒന്ന് അറാക്ക്, പിന്നെ സുഗന്ധമുള്ള കൊള്ളിക്കഷ്ണം, പിന്നെ സുഗന്ധമില്ലാത്ത നോർമൽ കൊള്ളിക്കഷ്ണം, അതുപോലെ തന്നെ ഒലമുള്ള വസ്തു. 4. ഇതാണ് അറാക്കിന്റെ ബ്രഷിന്റെ അതിന്റെ രൂപം. ഇതുകൊണ്ട് തേച്ചാലാണ്, ഒലമുള്ള വസ്തു കൊണ്ട് തേച്ചാലാണ് എന്ത് ചെയ്യുള്ളൂ? നമുക്ക് സുന്നത്ത് കിട്ടും. കൈ കൊണ്ട് വെല്ലോണ്ട് തേച്ച സുന്നത്ത് കിട്ടില്ല. വെല്ലോണ്ട് തേച്ചാൽ ഷാഫി മദ്ഹബ് പ്രകാരം സുന്നത്ത് കിട്ടുകയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ അത് പറഞ്ഞല്ലോ, എന്റെ ഉമ്മത്തിന് പ്രയാസമാകുമായില്ലായിരുന്നു എങ്കിൽ ഞാൻ അവരോട് ഒതു കൊടുക്കുമ്പോഴും നിസ്കരിക്കുമ്പോഴൊക്കെ എന്തു ചെയ്യുമായിരുന്നു? എന്നിട്ട് ആ മിസ്വാക്ക് കൊണ്ട് കൽപ്പിക്കുമായിരുന്നു, ഇനി എപ്പോഴാ മല്ലേക്കുണ്ട്? അതുകൂടി പറഞ്ഞു. ഇനി എപ്പോഴാ മല്ലേക്കുണ്ട്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ലേക്കണം. ഇനി ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ പല്ലേക്കണം. വായ പകർച്ചയാകുമ്പോൾ പല്ലേക്കണം. വണ്ടിയിൽ പ്രവേശിക്കുമ്പോൾ പല്ലേക്കണം. വീട്ടിലേക്ക് കയറാൻ നേരത്ത് പല്ലേക്കണം. ഇടയത്താഴത്തിന് സമയത്ത് ഒരു കാലം ചേർത്ത് പറയട്ടെ, നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കല് കാണാം. നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കൽ കാണാം. അപ്പൊ നോർമൊക്കെ ചെയ്യണം, കുണിക്കണം, അവൻ പല്ല് തേക്കണം, നമ്മുടെ കാര്യങ്ങളൊക്കെ നോമ്പ് ചെയ്തേക്കണം. അപ്പോ പല്ല് തേക്കേണ്ട അവസ്ഥ എപ്പോഴാണ് പല്ല് തേക്കേണ്ടത്? പള്ളിയിൽ കയറുമ്പോ, ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോ, ഉറക്കുന്ന എഴുന്നേൽക്കുമ്പോ, അതുപോലെ തന്നെ എന്തെങ്കിലും വായ പകർച്ചയായി കഴിഞ്ഞാൽ, പല്ല് പകർച്ചയായി കഴിഞ്ഞാൽ, വായനാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ പല്ലേക്ക് സുന്നത്താണ്. അപ്പൊ ഈ പല്ല് തേച്ച് കഴിഞ്ഞാൽ ഈ പല്ല് അതിന്റെ ആ ആദ്യത്തെ ഉമ്മനീര് വിഴുങ്ങൽ സുന്നത്തുണ്ട്. ആറാക്കെട്ട് തേച്ചിട്ട് ആദ്യത്തെ ഉമ്മനീര് എന്ത് ചെയ്യണം? വയറ്റിലേക്ക് വിഴുങ്ങണം. എപ്പോഴൊക്കെ പല്ലേക്കണതാ പറഞ്ഞത്? ഈ മനുഷ്യൻ എങ്ങനത്തെ മനുഷ്യനാ? ഇവന്റെ വായ പറിച്ചുണ്ടാവോ? ഫുൾ ടൈം പല്ലേക്കണ ആളാ. നിസ്കരിക്കുമ്പോൾ സഹാബത്ത്